സ്നേഹമുള്ളവരെ, ഏവർക്കും നമസ്കാരം. ഞാൻ ജോളി മാഷ്. നിമ്മി രാജേഷ് 32 വയസ്സെന്ന നമ്മുടെ സഹോദരിക്ക് വേണ്ടി നാം ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കുന്നു, സഹായിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇന്നലെ നമ്മുടെ നിമ്മി രാജേഷിൻ്റെ വലത് കാൽ ഏകദേശം 80% മുറിച്ചു മാറ്റി. എക്മോ ചികിത്സയുടെ ഭാഗമായി വന്നിരിക്കുന്ന ഈ പഴുപ്പ്, ഇൻഫെക്ഷൻ ശരീരത്തിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ് അടിയന്തരമായി ആ കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നത്. വെറും ഒരു പകർച്ചപ്പനിയിൽ ആരംഭിച്ച് അത് ന്യൂമോണിയയിലേക്ക് തിരിഞ്ഞ് ഇരിങ്ങാലക്കുടയിലും തൃശ്ശൂരിലെയും ആശുപത്രികളിൽ ചികിത്സ തേടി ഇപ്പോൾ 25 ദിവസമായി എറണാകുളം മാസ്റ്റർ മെഡിസിറ്റിയിൽ കഴിയുന്ന നിമ്മി രാജേഷിൻ്റെ അവസ്ഥയിൽ ഭർത്താവും അച്ഛനും ബന്ധുക്കളും തകർന്ന് നിൽക്കുകയാണ്. ഇനി എന്ത് എന്നൊരു ചോദ്യം അവർ മുന്നിൽ അവശേഷിക്കുന്നു. ജീവൻ തിരിച്ചു കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിനായി ഇനി ദശലക്ഷങ്ങൾ ചിലവഴിക്കേണ്ടതുണ്ട്. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ മറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് ഈ നിമ്മി രാജേഷിനെ നമുക്ക് മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. 19-ാം തീയതി മാർച്ച് വരെ, മിനിഞ്ഞാന്ന് വരെ വന്നിരിക്കുന്ന ചികിത്സാ ചെലവ് 51,96,862, ഏകദേശം 52 ലക്ഷം. ഇതുവരെ അടച്ചത് 23,78,000. ഇനിയും അടയ്ക്കേണ്ടത് 28,18,862. ഇന്നലത്തെ ഓപ്പറേഷൻ ചാർജും അത് 5 ലക്ഷത്തിൽ അധികം വരും. ഇന്ന് ഏകദേശം ആശുപത്രിയിൽ അടയ്ക്കാൻ ആശുപത്രി അധികൃതർ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് 35 ലക്ഷം രൂപ. സ്നേഹമുള്ളവരെ, നാം അല്ലാതെ ഈ കുടുംബത്തിന് വേറെ ആരുമില്ല. ഏതൊരവസ്ഥയിലും പതറാതെ ഓരോ വ്യക്തിക്ക് വേണ്ടി ആ കുടുംബത്തെ കരകയറ്റാൻ ഒന്നിച്ചു നിന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനവിഭാഗമാണ് നമ്മുടെ മലയാളികൾ. സ്നേഹമുള്ളവരെ, സഹായിക്കണം. 2 ദിവസത്തിനുള്ളിൽ 35 ലക്ഷം രൂപയോളം ആശുപത്രിയിൽ അടയ്ക്കേണ്ടതുണ്ട്. തകർന്നു നിൽക്കുന്ന ഈ കുടുംബത്തിന് ആശ്വാസമേകുവാൻ വേറെ ആരുമില്ല. നാട്ടിൽ നമ്മളൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നു. കുറേ പരിമിതികളുണ്ട്. സ്നേഹമുള്ളവരെ, സഹായിക്കണേ, ഷെയർ ചെയ്യണേ, പ്രാർത്ഥിക്കണേ. 40 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് വെച്ചുകൊണ്ട് 10 ദിവസം മുമ്പ് ആരംഭിച്ച ഈ ജീവരക്ഷാ യജ്ഞം ഇതുവരെ 15,80,000 രൂപയോളം നാം കളക്ട് ചെയ്തു. ഇനിയും വളരെയധികം തുക സമാഹരിക്കേണ്ടതുണ്ട്. സ്നേഹമുള്ളവരെ, പ്രാർത്ഥിക്കണേ, പ്രവർത്തിക്കണേ, സഹായിക്കണേ.